ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നങ്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പം ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാവേ. അതിനായിട്ട് നങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി വേണ്ടത് അടികട്ടിയായിട്ടുള്ളൊരു ചീനച്ചട്ടി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടി ചൂടാക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയും 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷമാണ് അരമുറി തേങ്ങ ചിരകിയത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു തേങ്ങ നമുക്ക് ഒരേപോലെ കിട്ടാനായിട്ട് നമ്മൾ ചിരണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ടത് ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാടങ്ങ് തേങ്ങ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പൊടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ആ ഒരു തേങ്ങയൊന്ന് കുറച്ചൊന്ന് ആ ഒരു പച്ചച്ചുവ മാറി വന്നാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് നമ്മൾ മിക്സിക്കകത്തോ അല്ലെങ്കിൽ അമ്മിയിലിട്ടോ അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മളിതേ കറി തയ്യാറാക്കാനായിട്ടുള്ള ചട്ടി എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അരപ്പ് ചേർത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ഒരു ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. അങ്ങനെയെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ കുറച്ച് കാന്താരി മുളകാണ് ഇട്ടിട്ടുള്ളത്. പച്ചമുളകും നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് കീറിയാണ് കേട്ടോ കുടംപുളി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി തിളച്ച ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അരപ്പൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് പറ്റി കഴിയുമ്പോഴാണ് നമ്മൾ മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതേ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നന്നായിട്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ദേ മുഴുവനായിട്ടും മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് ഒന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാവേ. ഇനി അത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അല്പനേരമൊക്കെ ഒന്ന് മൂടി വെച്ച ശേഷം നമ്മൾ മീൻ കറി തുറന്നെടുക്കുന്നുണ്ട്. ഇപ്പോൾ ദേ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി അല്പം കറിവേപ്പിലയും കൂടെ മുകളിൽ തൂകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറി ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എണ്ണയൊന്നും ഒരുപാട് യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കല്ലേ. എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ റെസിപ്പി യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.